സർ, കേരളത്തിൽ SIR നടപ്പാക്കി പുതിയ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പക്ഷേ SIR നടപ്പാക്കിയതിൽ അല്ലെങ്കിൽ SIR-ൽ ചുറ്റിപ്പറ്റി ഇപ്പോഴും വിവാദങ്ങളുണ്ട്. അല്ലെങ്കിൽ ചിലരെങ്കിലും അതിനെ ഭയക്കുന്നു എന്ന് വേണം കരുതാൻ. എന്തുകൊണ്ടായിരിക്കാം ഈ ഭയം? SIR-നെ ചിലരെങ്കിലും ഈ രീതിയിൽ അതിനിശിതമായി എതിർക്കാനും വിമർശിക്കാനും എന്തായിരിക്കാം കാരണം? SIR-നെ എതിർക്കാനുള്ള പ്രധാന കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇനി കാര്യമായിട്ട് കള്ള വോട്ടിംഗ് നടക്കില്ല എന്നത് തന്നെയാണ് പ്രധാന വിഷയം. കാരണം കള്ളപ്പേരുകളിലും മറ്റും ചേർത്തി വെച്ചിരുന്ന കള്ള വോട്ടുകൾ അവിടെ നിലനിൽക്കുമ്പോഴാണ് കയ്യിലെ മഷി മാച്ച് കളഞ്ഞ് വീണ്ടും പോയി വോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള കള്ളത്തരങ്ങൾ ഇവിടെ നടന്നിരുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടതാണ്, CCTV-യിൽ വരെ അത് പിടിച്ചതാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകർ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ കള്ള വോട്ട് ചെയ്യുന്നത് പിടിക്കുന്നു, CCTV-യിൽ അത് വീണ്ടും റീപ്ലേ ചെയ്ത് കാണിക്കുന്നു. ഇവിടുത്തെ ചാനലുകൾ വരെ അത് കാണിച്ചു. പക്ഷെ ആ കള്ള വോട്ട് ചെയ്തവർക്ക് എന്ത് ശിക്ഷയാണ് കൊടുത്തത് എന്ന് പിന്നീട് നമ്മൾ അറിഞ്ഞിട്ടില്ല. അതൊരു ഒത്തുകളിയായിരിക്കാം. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ SIR എന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കി ഈ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വോട്ടേഴ്സ് ലിസ്റ്റ് വളരെ ക്ലാരിറ്റി ഉള്ളതും വളരെ ശുദ്ധമായതും അതിൽ യാതൊരുവിധ തട്ടിപ്പും തരികടയുമില്ലാത്ത തരത്തിൽ ആ ലിസ്റ്റ് ഉണ്ടാക്കി ഇപ്പോ കേരളത്തിൽ പ്രസിദ്ധീകരിച്ചു. പിന്നെ അതിന് ഇവര് ലഹള ഉണ്ടാക്കേണ്ട ഒരു ആവശ്യം എന്തിനാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിലൊരു തമാശ പറഞ്ഞുതരാം. ഇപ്പോ പ്രസിദ്ധീകരിച്ച ഈ ലിസ്റ്റിൽ 2,67,00,000 വോട്ടുകളായി അത് കുറഞ്ഞു കേരളത്തിൽ. അതായത് 9 ലക്ഷത്തോളം വോട്ടുകൾ അതിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 9 ലക്ഷത്തോളം വോട്ടുകൾ റിമൂവ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് എടുക്കുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ അത് ആവറേജ് നോക്കുമ്പോൾ ഒരു 6,500 വോട്ട് ഒരു നിയമസഭാ മണ്ഡലത്തിൽ കുറഞ്ഞിട്ടുണ്ട്. ഇത് സത്യത്തിൽ വലിയൊരു സംഭവം തന്നെയാണ്. കാരണം കേരളത്തിലെ നിയമസഭാ ഇലക്ഷനിലെ തെരഞ്ഞെടുപ്പുകൾ മിക്കതും 5,000 വോട്ടിൽ താഴെയുള്ള ഭൂരിപക്ഷം, അതായത് 1,000, 2,000, 3,000 റേഞ്ചിലാണ് ജയിക്കുന്നത്. ആ സമയത്താണ് ഓരോ നിയമസഭാ മണ്ഡലത്തിലും 6,500 വോട്ടുകൾ കള്ള വോട്ടുകൾ കണ്ടെത്തി അത് റിമൂവ് ചെയ്തത്. അപ്പോ ഇത് വലിയൊരു ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ. അവരാണല്ലോ ഭരണത്തിൽ വീണ്ടും വരിക എന്നുള്ള ചങ്കൂറ്റത്തോടെ ഇങ്ങനെ മസിലും വീർപ്പിച്ച് നടക്കുന്നത്. ആ സമയത്താണ് ഇപ്പോൾ SIR നടപ്പാക്കി ഇത്രയും വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും എടുത്തു കളഞ്ഞത്. അത് ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ്, ഒരു സംശയവും വേണ്ട. ഇനി ഈ 6,500 വോട്ടുകൾ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പേരുകൾ അവിടെ നിലനിൽക്കുമ്പോൾ മരിച്ച ആളുടെ വോട്ട് വരെ ഇവർ പോയി ചെയ്യാറുണ്ട്. മരിച്ചുപോയ ആളുടെ വോട്ട് ഇവര് പോയി വോട്ട് ചെയ്യാറുണ്ട്. പിന്നെ 2ഉം 3ഉം സ്ഥലങ്ങളിൽ ചേർത്ത പേരുകളിൽ വീണ്ടും പോയി വോട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ കള്ള വോട്ടുകൾ സ്ഥിരമായി ചെയ്തിട്ടാണ് ഇവർ പല സ്ഥലത്തും വിജയം കണ്ടെത്തുന്നത്. അപ്പോ അതിനുള്ള സാധ്യതകളൊക്കെ മങ്ങി. ഈ കള്ള വോട്ടുകൾ ഇല്ലാത്ത, മനുഷ്യനില്ലാത്ത വോട്ടുകൾ മുഴുവൻ റിമൂവ് ചെയ്തു. അതാണ് ഇവരെ ചൊടിപ്പിക്കുന്ന പ്രധാന ഒരു പ്രശ്നം. അല്ലാതെ ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കാണിച്ച് പ്രവർത്തിച്ച് വോട്ട് ചോദിച്ച് ജയിക്കുന്ന സംഭവമല്ല ഇവിടെ നടക്കുന്നത്. ആദ്യമേ ഇവർ ചെയ്യുന്നതെന്നാണ് പച്ച നുണ പറയുക. ഇവർ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു പറയുക, മറ്റുള്ളവരെ താറടിച്ച് കാണിക്കുക, അങ്ങനെ പച്ച നുണ പറഞ്ഞ് കള്ള വോട്ട് ചെയ്ത് കാലങ്ങളായി 40 കൊല്ലം ഇവിടെ മാറി മാറി ഭരിച്ചു. ആ സാധ്യത ഇപ്പോൾ മങ്ങുകയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിലുള്ള ഇല്ലാത്ത വോട്ടുകളെല്ലാം എടുത്തു കളഞ്ഞു. ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന വോട്ട് ശരിയായുള്ള ആൾക്കാരുടെ വോട്ട് മാത്രമേ ഉള്ളൂ. ഇനി ഈ ലിസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുന്നതിൽ പ്രധാനമായി പണിയെടുത്തത് ആരാ? അതും കൂടി നമ്മൾ ചിന്തിക്കണം. ഈ പറയുന്ന
ഈ കംപ്ലൈന്റ് ഇപ്പോൾ പറഞ്ഞു നടക്കുന്ന ഈ രണ്ട് പാർട്ടിയുടെയും ആൾക്കാരാണ് ഈ പണികൾ മുഴുവൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് LDFന്റെ ഉദ്യോഗസ്ഥരാണ് BLOമാരായി ഇതിലിരുന്ന് ഈ പണികളെല്ലാം ആസൂത്രിതമായി ചെയ്തത്. ആ സമയത്ത് ചേർക്കാനും വെട്ടി മാറ്റാനും ഈ എല്ലാ കക്ഷികളും എല്ലാ പാർട്ടിക്കാരും മുൻകൈയെടുത്തു. ഇല്ലാത്തവരെ ചർച്ചയ്ക്ക് വെച്ചു, ചർച്ച ചെയ്തു. ഇയാൾ മരിച്ചതാണെന്ന് കൺഫേം വരുത്തിയിട്ടാണ് ആ പേരതിന്ന് എടുത്തു കളഞ്ഞത്. അല്ലെങ്കിൽ ഈ ഭാഗത്തില്ല, അത് പണ്ടുണ്ടായിരുന്ന ഒരാളാണ്, ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി. അങ്ങനെ പലതരം ചർച്ചകളും ഐഡികളും രേഖകളും ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ പേരുകളെല്ലാം റിമൂവ് ചെയ്തത്. അത് ഇവരുടെ തന്നെ ആൾക്കാരായ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. എന്നിട്ടാണ് ഈ ലിസ്റ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇവർ ഇപ്പോ ഈ വേഷം കെട്ട്, അതപ്പോ ആരുടെ തലയ്ക്ക് പോയി? കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലെങ്കിൽ മോദി ചെയ്യുന്ന തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രസംഗിച്ച് നടക്കുക. സത്യത്തിൽ എന്താണ് ഇവിടെ ഉണ്ടായതെന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കുക. ഓരോ ഭാഗത്തുള്ള അല്ലെങ്കിൽ കേരളത്തിലുള്ള മൊത്തം ഇപ്പോൾ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ പേര് വിവരങ്ങൾ ഒറിജിനൽ ആൾക്കാരുടെ മാത്രം പേരാണ്. മരിച്ചവരെ ഒഴിവാക്കി, സ്ഥലം മാറിയവരെ ഒഴിവാക്കി. അതിനു പുറമെ ഏറ്റവും അപകടകരമായ കുറച്ചാളുണ്ടായിരുന്നു ഇതില്. ബംഗ്ലാദേശിൽ നിന്ന് ഒളിച്ചോടി വന്ന് കേരളത്തിൽ താമസം ഉറപ്പിച്ച് കള്ളരേഖകൾ ഉണ്ടാക്കി അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളാണ്. അവർക്ക് റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ ID വരെ ഉണ്ടാക്കി കൊടുത്തു. അത്തരം പേരുകളും കണ്ടെത്തി. അവർക്കിപ്പോ എന്ത് പറ്റി? ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവരെ ഇനിയിപ്പോ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്നേ പറഞ്ഞേക്കേണ്ടി വരും. അങ്ങനെ എല്ലാ തരം പെർഫെക്റ്റ് ക്ലിയർ ആക്കിക്കൊണ്ടാണ് 2,67,00,000 ആൾക്കാരുടെ പേര് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഇലക്ഷൻ പേര് വിവര പട്ടിക ഇപ്പോൾ പ്രസിദ്ധീകരിച്ചത്. 9 ലക്ഷത്തോളം പേര് റിമൂവ് ചെയ്തു. അതായത് 140 മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും 6500 വോട്ടുകൾ വീതം ശരാശരി റിമൂവ് ചെയ്തു എന്ന് നമുക്ക് അനുമാനിക്കാം. ഇത് ശരിയായ ജനാധിപത്യത്തിനും ശരിയായ ജനാധിപത്യം നടപ്പാക്കുന്നതിലും ശരിയായ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നതിനും വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും സാർ പറഞ്ഞതുപോലെ എന്തുകൊണ്ട് ഇവർ SIR എതിർക്കുന്നു എന്ന കാര്യം വളരെ വളരെ വ്യക്തമായി കഴിഞ്ഞു. ഈ രീതിയിൽ വോട്ടർ പട്ടികയിൽ അനധികൃതമായി വോട്ടർ ലിസ്റ്റ് ചേർത്തവർ അല്ലെങ്കിൽ കള്ളവോട്ട് ചെയ്തവർ അവർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചാൽ ചോദ്യം ചോദിക്കുന്നവർക്ക് മുന്നിൽ ഉത്തരം നൽകേണ്ടവർ ഇരുട്ടിൽ തപ്പുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. അതിലൊന്നും വ്യക്തമായ ഒരു ഉത്തരമോ അല്ലെങ്കിൽ കൃത്യമായ നടപടികളോ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.